സംസ്ഥാനത്ത് വീണ്ടും അങ്ങനെ ഒരാൾക്ക് കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. തൃശൂർ പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ 58-കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. താമര വെള്ളച്ചാലൂരിലെ പ്രഭാകരനാണ് മരിച്ചത്. വനത്തിൽ വച്ച് രാവിലെ 8:30-യോടെയാണ് അമ്പഴച്ചാലിൽ വച്ച് ആക്രമണമുണ്ടായത്. പ്രഭാകരനൊപ്പമുണ്ടായിരുന്ന മകൻ മണികണ്ഠൻ, മരുമകൻ ലിജോ എന്നിവർ ഓടി രക്ഷപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമായിരുന്നു. അതിനപ്പുറം ഏതെങ്കിലും അപ്ഡേറ്റുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? കാട്ടിനുള്ളിലേക്ക് പോയവർ, അവിടുത്തെ കാര്യങ്ങൾ ഏതെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ 8:30-യോടുകൂടിയാണ് അപകട മരണം സംഭവിച്ചിട്ടുള്ളത്. കാട്ടിലേക്ക് പോയ പ്രഭാകരനൊപ്പം മകൻ മണികണ്ഠനും മരുമകനായിട്ടുള്ള ലിജോയും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്നുള്ള സംഘമാണ് ശേഖരിക്കുന്നതിന് വനത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങി ആഹാര പദാർത്ഥങ്ങൾ വെച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാവിലെ 7 വനത്തിലേക്ക് പോയത്. ലെവിൻ, ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ലെവിനിലേക്ക് മടങ്ങി വരാം. ഇപ്പോ പ്രധാനപ്പെട്ട കാര്യം, തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രഭാകരൻ എന്ന 58 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വനാതിർത്തിയിൽ താമസിക്കുന്നയാളാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയതാണ്. അവിടെ വെച്ച് ഇന്നലെ രാത്രിയോടുകൂടി അപകടം ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ലെവിൻ കെ വിജയനുണ്ട് നമുക്കിപ്പം. ലെവിൻ, കാട്ടിലേക്ക് പോയവരിൽ ആരെങ്കിലും മടങ്ങിയെത്തിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? ഇന്ന് രാവിലെയാണ് 8:30-യോടുകൂടിയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഈ ലിജോയും മണികണ്ഠനും പ്രഭാകരന്റെ മകനും മരുമകനുമാണ് ഈ മരണ വിവരം ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 7 ശേഖരിക്കുന്നതിനായി ഈ ഊരിൽ നിന്നും അമ്പഴച്ചാലിലേക്ക് പോകുന്നത്. അമ്പഴച്ചാൽ എന്ന് പറയുന്നത് ജനവാസ മേഖലയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെ വനത്തിനുള്ളിലുള്ള പ്രദേശമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മണികണ്ഠനും ലിജോയും എത്തിയാണ് ഈ വിവരങ്ങൾ പറയുന്നത്. തങ്ങൾ വനത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്നൊരു ആന എത്തുകയായിരുന്നു. ആന എത്തി ഈ ബഹളമുണ്ടാക്കി എത്തുമ്പോൾ തങ്ങൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ പ്രഭാകരൻ ആനയ്ക്ക് മുന്നിൽ പെടുകയും ആന ഇയാളെ ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് ഇവർ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകളോട് അറിയിച്ചിട്ടുള്ളത്. ഈ മണികണ്ഠനും ലിജോയും വനത്തിൽ നിന്ന് പുറത്തു കിടന്നാണ് ഈ വിവരം പ്രദേശവാസികളെ, ഊരിലുള്ള ആളുകളെയും മറ്റും അറിയിച്ചത്. ഇവർ ജനപ്രതിനിധികളെയും തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരം ധരിപ്പിക്കുകയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് യാത്ര തിരിച്ചത്. വനത്തിനുള്ളിലേക്ക് കാൽനടയായി വേണം അവിടേക്ക് പോകാൻ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവിടെ എത്തിയാൽ മാത്രമേ ഉള്ളൂ പ്രഭാകരന്റെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നടക്കമുള്ള നടപടികൾ ആരംഭിക്കാനാവുകയുള്ളൂ. പീച്ചി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പീച്ചി പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കമുള്ള ആളുകളും അവിടേക്ക് യാത്ര തിരിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. മറ്റൊരു ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞു എന്നുള്ളത്. അടുത്തിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സംസ്ഥാനത്തുണ്ടാകുന്ന 5ാമത്തെ കാട്ടാന ആക്രമണമാണ്. അതേ തുടർന്നുണ്ടാകുന്ന മരണമാണ് എന്നുള്ളതാണ് നമുക്ക് ദുഃഖകരമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഇന്ന് രാവിലെ പോയ താമരച്ചാൽ സ്വദേശി പ്രഭാകരനാണ് ഇത് ദാരുണമായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. ശരി ലെവിൻ, പറഞ്ഞതുപോലെ തന്നെയാണ്. ഏറെ ദുഃഖകരമായ സംഭവമാണ് ഇത്. തൃശ്ശൂരിൽ ആദിവാസിയെ കാട്ടാന കൊന്നിരിക്കുന്നു. തൃശ്ശൂരിൽ പീച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.